സദൃശമുള്ള പാദമുള്ളവനായി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവനായി 7 നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക ധരിച്ച് ഉലാവുന്ന നസറായനെ കണ്ടാൽ നിനക്ക് പിന്നൊന്നും വിഷയമല്ല. അതായ സമയത്തെ ഭയപ്പെടുന്നു. 1-ാം അധ്യായത്തിൽ എഫേസ്യ ലേഖനം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. 2-ാം അധ്യായം സ്വർഗത്തിൽ കൊണ്ടുവന്നിരുത്തി. 3-ാം അധ്യായം അപ്രമേയ തന്നെ. 4-ാം അധ്യായം 5 തരത്തിലെ ശുശ്രൂഷക വ്രതങ്ങൾ. 5-ാം അധ്യായം ആത്മനിറവ്. 6-ാം അധ്യായം ആത്മീക പോരാട്ടം. എടുത്ത വാക്യത്തോട് കൂടെ പുലർത്തി 1-2 കാര്യം പറഞ്ഞ് വേഗത്തിൽ നിർത്താം. എനിക്ക് പ്രസംഗിക്കണമെന്നുണ്ട്. വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാന്നുള്ള ആ നല്ല ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്ന് അതിനെ മുതിരുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. പണ്ട് നമ്മുടെ ഒരു ശ്രേഷ്ഠനായ ദൈവദാസൻ പ്രസംഗിച്ചു. അദ്ദേഹം ഇതുപോലെ പാട്ടുമൊക്കെ പാടി പ്രസംഗിക്കുന്നയാളാ. പ്രസംഗിച്ച് വെളുക്കുവോളം പ്രസംഗിച്ചു. അന്നുള്ളവർക്ക് വലിയ ബെത്തപ്പാടുമില്ലല്ലോ. വിളക്കാറായപ്പോ കോഴി കൂവി. CS മാത്യുവിന്റെ പ്രസംഗത്തിൽ അന്നേരം ആരാണ് പറഞ്ഞ അപ്പച്ചാ കോഴി കൂവി എന്ന്. അന്ന് ക്ലോക്കും വാച്ച് ഒന്നും സുലഭമല്ലല്ലോ. അപ്പച്ചാ കോഴി കൂവി. അപ്പൊ അടുത്ത് മിണ്ടാതിരിയുടെ ആ കോഴി തെറ്റി കൂവിയതാ കേക്കടാന്ന് പറഞ്ഞു. അപ്പം ഇന്ന് കോഴി കൂവാനൊന്നും ഇട വരുത്തുകയല്ല. അതിന് മുന്നേ നിങ്ങൾ കൂവും. അപ്പൊ എന്തിനാ വെറുതെ എല്ലാരും കൂടെ കൂവുന്നേ? ഒരു കാര്യം പറയാം. നമ്മൾ വായിച്ച വാക്യത്തിൽ എല്ലാ ഭാഗവും എടുക്കുന്നില്ല മോളെ. ആ 15-ാമത്തെ വാക്യം മുതലാ വായിച്ചാൽ ഒരു പദമുണ്ട്. ഇത് ദുഷ്കാലമാകയാൽ സമയം. ആ പദം ഒന്ന് വായിച്ചേ മോളെ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളു. മതി മതി മതി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഇന്ന് രാത്രി നിനക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് രക്ഷാ ദിവസമാണ്, സുപ്രസാദ കാലമാണ്. ഈ സമയം നീ തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ എപ്പോഴും പറയും, എപ്പോഴും അവസരം കിട്ടുന്നില്ല. കിട്ടുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം. കൈയടിക്കാൻ ആക്കോ ആരോഗ്യമുള്ളപ്പോൾ കൈയടിച്ചോണം. ഹല്ലേലൂയ പറയാൻ ആക്കവും ബലമുള്ളപ്പോൾ ഹല്ലേലൂയ പറയണം. കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ വേദപുസ്തകം വായിക്കണം. അവൻ കൊടുക്കാൻ എന്തെങ്കിലും മാർഗം ഉള്ളപ്പോൾ കൊടുത്തോണം. നടന്നു പോകാൻ ആക്കോ ഉള്ളപ്പോൾ യോഗത്തിന് നടന്നു വന്നോണം. വണ്ടിയെ പോകാൻ സാഹചര്യവും സാവകാശം ഒരുങ്ങുമ്പോൾ വണ്ടിയെ യോഗത്തിന് പോക്കണം. ഒത്തെങ്കിൽ 2 പേരെയും കൂടെ കയറ്റിക്കോണം. സ്വോത്രകാഴ്ച ഇടാൻ ആക്കോ അവസരം കിട്ടുമ്പോൾ കൊടുത്തോണം. നാളെ ആകട്ടെ പിന്നെ ആകട്ടെ എന്ന് ചിന്തിച്ചിരിക്കരുത്. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഉപവസിപ്പാൻ അവസരം കിട്ടുമ്പോൾ ഉപവസിക്കണം. ആരാധിക്കാൻ സന്ദർഭം കിട്ടുമ്പോൾ ആരാധിക്കണം. പാട്ട് പാടാൻ സന്ദർഭം കിട്ടുമ്പോൾ പാട്ട് പാടണം. പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം. പ്രസംഗിക്കാൻ അവസരം കിട്ടുമ്പോൾ പ്രസംഗിക്കണം. ലഘുലേഖ കൊടുക്കാൻ അവസരം കിട്ടുമ്പോൾ ലഘുലേഖ കൊടുക്കണം. പരസ്യോഗം നടത്താൻ സന്ദർഭം ലഭിക്കുമ്പോൾ പരസ്യോഗം നടത്തണം. ഒരു ഭവനത്തിൽ കയറി സുവിശേഷം പറയാൻ അവസരം കിട്ടുമ്പോൾ സുവിശേഷം പറയണം. സമയം വെറുതെ കളയരുത്. മെനക്കെട്ട് നടക്കരുത്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ എൻ്റെ അനുഭവം പറയാം. എനിക്ക് സമയം തികയാതിരിക്കുക. അതെ, എനിക്ക് തികയുന്നില്ല. ചെല്ലു പറയാനൊക്കെ എങ്ങനെ ഓരോ ദിവസവും അമ്മാമേ സമയം എന്ത് ചെയ്തിട്ട് ദൈവമേ, നമുക്ക് സമയം കുറച്ചുകൂടെ കിട്ടിയാൽ നല്ലതാ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കിട്ടുന്ന അവസരം ഒന്നും നഷ്ടപ്പെടുത്തി കളയരുത്. 1-2 കാര്യങ്ങൾ അതിനെ അടിസ്ഥാനമാക്കി പറയാം. സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 1-2 9 ആയോ ചോദിച്ചാ? 9 ആയി. ഒരു 9:30 മുമ്പ് നിർത്തട്ടെ. പറ, നിങ്ങളൂടെ പറ. എന്താ എന്തേലും വാ തുറന്നെന്ന് പറ. 9:30. 9 ആകുമ്പോൾ നിർത്താം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പോവുക. തക്കത്തിൽ ഉപയോഗിക്കണം. തക്കത്തില് ഈ തക്കത്തിൽ സമയം ഉപയോഗിച്ച ചിലര് വേറെ പുസ്തകത്തിലുണ്ട്. നമുക്കതൊരു മാതൃകയാണ്. 1-2 വാക്യം പെട്ടെന്ന് വായിച്ചോ മോളെ, സമയമില്ലാത്ത കൊണ്ട്. ഉള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം അറിവുള്ള വാക്യമാണ്. പുറപ്പാട് 32:26. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ. എന്നാറേ ലേവ്യരെല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. മോശ അവരോട് എന്നാ പറഞ്ഞ വായിര്? അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ ആയുധമെടുത്ത് വാളെടുത്ത് അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവിനെന്ന് പറഞ്ഞാൽ പശ്ചാത്തല ഭാഗം അറിയാം. പടിയനിമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശെ
പ്രമാണമാകാൻ പർവ്വതത്തിലോട്ട് പോയി. ഇവര് മരുഭൂമിയിലേക്ക് പ്രയാണം ചെയ്തിങ്ങനെ വരുന്ന വേളയിൽ സീനായി മരുഭൂമിയിൽ വന്നു. അപ്പോൾ ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു, മേളിലോട്ട് കയറി വരാൻ പറഞ്ഞു. പർവ്വതത്തിൽ ഞാൻ മേളിൽ നിന്ന് അങ്ങോട്ട് വരും, നീ താഴെ നിന്ന് മേളിലോട്ട് വരണം, ഞാൻ മേളിൽ നിന്ന് താഴോട്ടും വരും. പർവ്വതത്തിന്റെ ഉയരത്തിൽ മോശ മേളിലോട്ട് പോയി. പോകാൻ നേരത്ത് മോശ മൈക്ക് മോനെ പാട്ട് പാടാൻ മതി, രണ്ടുപേര് പ്രസംഗിക്കുന്നതായിട്ട് വേണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, മോശെ മുകളിലോട്ട് പോയി പ്രമാണം വാങ്ങാൻ. പോകുന്നതിന് മുന്നേ യോശുവയെ കൂടെ കൊണ്ടുപോയി. എന്നിട്ട് ജനത്തിലെ മൂപ്പന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, പിന്നെ ഞാൻ മേളിലോട്ട് പോവുക, അഹരോനും ഹൂരും ഇവിടെ ഉണ്ട്. അഹരോൻ ചേട്ടൻ, ഹൂര് അളിയനാന്നാ പറയുന്നത്. അളിയനും ചേട്ടനും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ ചേട്ടനോടും അളിയനോടും പറഞ്ഞോണം. ഞാൻ എൻ്റെ ശൈലി പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും വല്ലതും ഉണ്ടാകുമല്ലോ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നവരാ. പിന്നെ നിങ്ങളിപ്പോൾ ഇങ്ങനെ യോഗമായതുകൊണ്ട് പമ്മി ഇരിക്കുന്നതാ. നിങ്ങൾ കപ്പലേന്ന് ആടി പ്ലെയിനെ കയറുന്നതുകൊണ്ട് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കും. ഇപ്പൊ പിന്നെ പമ്മി ഇരിക്കുന്നത് കൊണ്ട്, യോഗമായതുകൊണ്ട് ഇരിക്കുന്നതാ. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നവരാ. പിന്നെ അപ്പൊ ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാല് അളിയനും ചേട്ടന് ഹൂരും അകനോനും ഉണ്ട്, നിങ്ങൾ കാര്യം പരിഹരിച്ചോണം. ഞാനും യോശുവായും മേളിലോട്ട് പോവുക. വായിച്ചേ മോളെ, പുറപ്പാട് പുസ്തകം 24:12 എടുത്തേ. അണ്ട വലത്തുവശത്തെ കണ്ണിക തുടങ്ങുന്നിടത്ത് വലത്തുവശത്തെ. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. ഇരുട്ടത്തിരിക്കുന്നോണ്ടാ രണ്ടുപേരും ഇരുട്ടത്തിരിക്കുന്നോണ്ടാ തെറ്റുന്നത്. വെട്ടത്തോട്ടിരിക്കെ, അതോ രണ്ടുപേരും അങ്ങനെ ഇരിക്കുവുള്ളോ? പുറകോട്ടിരിക്കെ, വെട്ടത്തിരുന്നു വായിര്. ഒത്തിരി അങ്ങ് ഇവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. നമ്മൾ ഇങ്ങോട്ട് ഇരിക്കുന്നോ? മോൾ അവിടെ ഇരിക്കും. വായിക്കാനല്ലെങ്കിൽ വന്നിരിക്കണ്ട, മോള് വായിര്. ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയുണ്ടോ? വായിര്. 24:12. പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക. ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരനാകുന്ന യോശുവയും എഴുന്നേറ്റു. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. അടുത്തത് അവൻ മൂപ്പന്മാരോട്, അപ്പൊ പർവ്വതത്തിലോട്ട് കയറുന്നതിന് മുന്നേ മൂപ്പന്മാരോട് മോശ പറയുക, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമ്പോൾ ഞാൻ യോശുവായി അങ്ങോട്ട് പോകുക, തിരിച്ച് ഞങ്ങൾ വരും. ഞങ്ങൾ ചത്തെന്ന് പറഞ്ഞ് ചാത്ത ഉണ്ണരുത്. നമുക്ക് മോശയെ സ്വർഗത്തിലോട്ട് വിടാ, കുഴപ്പടി ഒപ്പിച്ച് വെക്കരുത്. ഞങ്ങൾ തിരിച്ചു വരുമെന്ന്. കാണാതിരിക്കുമ്പോൾ നിങ്ങൾ ആണ്ടിയാത്ത ഉണ്ണരുതെന്നാ. ഇപ്പൊ നെയ്യപ്പം ഒന്നും ഉണ്ടാക്കരുത്, ഉണ്ണിയപ്പം, മോശയുടെ നാമത്തിലുള്ള ഉണ്ണിയപ്പം. ചെയ്ത അബദ്ധമൊന്നും കാണിക്കരുത്. വായിച്ചേ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പിൻ. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അടുത്തത്, ആർക്കെങ്കിലും വല്ല കാര്യവും ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി. എല്ലാ ഭാഗവും വായിച്ച് പറയേണ്ടതാ, നേരമില്ല. മോശ പർവ്വതത്തിൽ പോയി. മോശ പോയിട്ട് കാണുന്നില്ല. 40 ദിവസമായി. ഇവിടെ ഭയങ്കര പ്രശ്നം. ആൾക്കാർ വന്ന് ചോദിച്ചു, എന്തിയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഇപ്പൊ അങ്ങനെയാന്നല്ലേ, എന്തിയെ വിളിക്കുന്നുണ്ടോ? മെസ്സേജ് വല്ലതും വന്നോ? വാട്സപ്പിനകത്തും റേഞ്ച് ഇല്ലേ? ഒരുത്തൻ ചോദിച്ചു, ആളുണ്ടോ? അപ്പൊ അഹരോൻ പറഞ്ഞു, ആളുണ്ട്. എങ്ങനെ അറിഞ്ഞു? ഇടയ്ക്കിടയ്ക്ക് കുടുങ്ങുന്നുണ്ട്, പുകയും പൊങ്ങുന്നുണ്ടെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പർവ്വതം ഒന്ന് കുടുങ്ങും. അതാ അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലോറി. അപ്പൊ അവർക്ക് ഒരു ആശ്വാസം, പോയിട്ടില്ലല്ലോ എന്ന്. എപ്പോഴും ഇല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല യോഗ. അത്രേ ഉള്ളൂ. 2.5 മണിക്കൂറത്തെ യോഗത്തിനകത്ത് പുള്ളി ചെയ്ത് 2:30 ഒരു ഇക്കിള്. 2.5 മണിക്കൂർ കൊണ്ട് വന്ന് കുത്തിയിരിക്കുക. ആകെ കൂടെ നടന്നത് ഒരിക്കിള്.
അല്ല, ഒടുവിൽ ഒരു ഇക്കിളിന് പോകാനേ ഉള്ളൂ. അതേ ഉള്ളൂ. ഇരിപ്പ കണ്ട ഒരു 50 ഇക്കിളിനുണ്ടെന്നും പറഞ്ഞായിരിക്കുന്നത്, ഒറ്റ ഇക്കിളിനേ ഉള്ളു. നീ ഡമ്പോട് വാണിടും ധനാഢ്യർ സാധുക്കളായോരും, ഡമ്പോട് വാണിടും ധനാഢ്യർ സാധുക്കളായോരും, എല്ലാരും അന്ത്യ ഒരുപോൽ ഈ ലോകം, എല്ലാരും അന്ത്യ ഒരുപോൽ ഈ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അത് മറക്കാതെ, എല്ലാരും അന്ത്യ ഒരുപോൽ ഈ ലോകം, എല്ലാരും അന്ത്യ ഒരുപോൽ ഈ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും. നീ അത് മറക്കാതെ, ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീ അത് മറക്കാതെ. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞ ആളുണ്ട്. ആ ഒരു കാര്യം ചെയ്യും, പുള്ളി വരുവോ വരാതിരിക്കോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ദൈവത്തെ ഉണ്ടാക്കാൻ. അവരാൻ പറഞ്ഞു, ഞാനിവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനായി ഈ മരുഭൂമി കിടന്ന്. ഇസ്രായേലിലായിരുന്നു അവിടെ 10 ദൈവമുണ്ട്. ഏതിൽ ഒരെണ്ണത്തിനെടുത്ത് ഞാൻ ഈ മരുഭൂമി കിടന്ന് എന്നെ ദൈവത്തെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലെങ്കിലും അവരും പറഞ്ഞ് ഞാനങ്ങ് ദൈവം ആയാലോ. കുറെ നാൾ കഴിയുമ്പോൾ നമുക്കും അങ്ങനെ ചിന്തിക്കും, ഒരു ദൈവം കളിച്ചാൽ കൊള്ളാന്ന്. പിന്നെ ആൾക്കാരൊക്കെ നമ്മുടെ ഒന്ന് പാസ്റ്റർ എന്തുകൊണ്ട് ദൈവം കളിക്കുക. കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും, ദൈവം കളിച്ച അങ്ങനെയൊക്കെ ദൈവം കളിച്ച ഒത്തിരി ആൾക്കാരുണ്ട്. പരുവക്കേടിലാ പോയത്. കോട്ടയത്തുണ്ടായിരുന്നു ദൈവം തങ്കയാ, പക്ഷെ ദൈവം കളിച്ചതാ. ശാന്തയും ദൈവം കളിച്ചതാ. ബാബു, ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മകൾ വെറുതെ എന്തിനാ അലോക്യം ഉണ്ടാക്കുന്നത്. അഹരോനൊരു പൊടിപ്പിളാനുണ്ട്, ഒരു ദൈവം ആയാ കൊള്ളാം, നീ ആകണ്ട. പിന്നെ അഹരോൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, പെണ്ണുങ്ങളെല്ലാം കൂടെ കുണുക്ക് ഉരുക്കൊണ്ട് വരാൻ പറഞ്ഞു. നല്ല സഹോദരിമാരുടനെ ഊരി നമ്മളന്ന് കുണുക്കാട്ടി വെച്ച് പിണങ്ങി പോവുകയുള്ളൂ, തരികയില്ല. അതെ, നിങ്ങൾ അന്നേ കുണുക്ക് തന്നിട്ട് ഞങ്ങൾക്ക് ആരാധന ചോദിച്ചാൽ സത്യമാണ് ഞാൻ ഈ പറയുന്നത്. എനിക്ക് ആ സഹോദരിമാരുടെ സന്തോഷം ഉടനെ ഊരി കൊടുത്തല്ലോ, അല്ലേ? ഊരി കൊടുത്തു. അല്ല, അഹരോൻ അതിലും നല്ല മനുഷ്യനാ. പുള്ളി പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ച് വെച്ച് മുങ്ങിയില്ലല്ലോ. നാട്ടിൽ കിടന്ന പെണ്ണുങ്ങളുടെ കുണുക്കെല്ലാം കൂടെ മേടിച്ച് വെച്ച് കുട്ടിച്ചാക്കിനകത്താകട്ടെ അഹരോൻ എന്നിട്ട് അങ്ങനെ മുങ്ങുന്നവർ ഇപ്പോഴും ഉണ്ടല്ലോ, ഇല്ലേ? കുണുക്കല്ലെന്നേ ഉള്ളൂ, കുണുക്കല്ലെന്നേ മതി. എന്തിനാ ഞാനെല്ലാം, നിങ്ങൾക്കറിയാമല്ലോ. അഹരോൻ കുറച്ചുകൂടെ ആ കാര്യത്തിൽ നീറ്റാ. കുണുക്കെല്ലാം കൂടെ മേടിച്ച് പുള്ളി തീക്കകത്തോട്ട് ചൂട്ട് പരുവത്തിനാക്കി കൊത്തുള്ളു കൊണ്ട് ഭാഷ വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ, 2 കൊമ്പും പള്ളയും 1 വാലും 4 കാലും. ഞാൻ കോവിഡിന്റെ സമയത്ത് 2-3 വരി എഴുതി ഇത് സംബന്ധിച്ച് ചിന്തിച്ചപ്പോഴേ. കേൾക്കാൻ അത്ര നല്ല സുഖമൊന്നും അല്ല. കാളതുള്ളല് അത് പഴയ ഒരു കളിയാ. അപ്പൊ ആ പഴയ ട്യൂണ് വെച്ച് എഴുതിയതാ. ഇവരെ കണ്ടതുകൊണ്ട് ഞാൻ ആദ്യം ഒരു വരി പാടാം, അത് കഴിഞ്ഞ് 2ാമത്തെ സ്റ്റാൻസ് എടുക്കുമ്പം കൊട്ടിയാണ് വരി ഇങ്ങനെ. മോശയെ കാണഞ്ഞ് കാളയെ തീർത്തേ തകതിൻ തോന്തയ്യാര, മോശയെ കാണഞ്ഞു കാളയെ തീർത്തേ തകതിൻ തോന്തയ്യാര, പൊൻകുണ്ണുക്കാ തീർത്ത പൊന്നച്ചങ്കാളെ തകതിൻ തോന്തയ്യാര, പൊൻകുണ്ണുക്കാ തീർത്ത പൊന്നച്ചങ്കാളെ തകതിൻ തോന്തയ്യാര, മോശയെ കാണഞ്ഞു കാളയെ തീർത്തേ തകതിൻ തോന്തയ്യാര, മോശയെ കാണഞ്ഞു കാളയെ തീർത്തേ തകതിൻ തോന്തയ്യാര, പൊൻകുണ്ണുക്കാ തീർത്ത പൊന്നച്ചങ്കാളെ തകതിൻ തോന്തയ്യാര, പൊൻകുണ്ണുക്കാ തീർത്ത പൊന്നച്ചങ്കാളെ തകതിൻ തോന്തയ്യാര. ആട്ടെ, ഒരു 10-40 വരിയുണ്ട്, അത് പാടിയാ ഇന്ന് ഒക്കുകയല്ല, നേരമില്ല, അതുകൊണ്ടാ.
ചുരുക്കി പറഞ്ഞാൽ കാളയെ കണ്ട് ജനമെല്ലാം അങ്ങോട്ട് ഇളകി. വരുന്നവൻ കാണുക, ഇങ്ങനെ കണ്ടേച്ച് ഇങ്ങോട്ട് ഇറങ്ങാൻ തമ്മ മറ്റവൻ ചോദിച്ചു, വേവിച്ച അങ്ങനെ ഉണ്ടോ? പൊന്നു തെയ്യോ ആടാന്ന് പറഞ്ഞു. പൊന്നു തെയ്യോ ആന്ന്, പൊന്നുകൊണ്ടുണ്ടാക്കിയതല്ലേ. കാളയും തുള്ളുക, ഇവനും തുള്ളുക, അതാന്നല്ലേ ഇപ്പം. അപ്പൊ കാളയുടെ വാല് കിടന്ന് ഇവനും കിടന്ന്, അവന്റെ ഈ പുറകിലോട്ടുള്ള മുടിയും റബ്ബർ ബാൻഡ് കിട്ടി കാളയുടെ വാല് പോലെ ഇവനും കിടന്ന് വർഷിപ്പ. ഇപ്പോഴാ വീട് കിട്ടിയേ. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ കാളയെ കണ്ട് ജനവിളകി, പ്രമാണം വിട്ടു, വഴിതെറ്റി, കെട്ടടിച്ചു, കെട്ടുപൊട്ടി. എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല മോളെ. 25-ാം വാക്യം വായിച്ച 25, പുറപ്പാട് 32-25 പെട്ടെന്ന് വായിച്ചോ, നമുക്ക് പോകേണ്ടതാ വീട്ടിൽ എല്ലാവർക്കും. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോനവരെ അഴിച്ചുവിട്ട് കളകിയ ജനം കെട്ടടിഞ്ഞു. അപ്പൊ അഴിച്ചുവിട്ടു, കെട്ടടിഞ്ഞു. ഈ തമിഴ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന കെട്ടടിഞ്ഞൊന്നൊന്നുമല്ല, ഹാസ്യമായെന്നല്ല. അതല്ലേ വിചിത്രം. തമിഴ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? മലയാളം തന്നെ കൊണ്ടുവന്നത് കക്ഷിച്ച, പിന്നെ അതിനും തമിഴ് ആരുടെയിലും ഇല്ല. അത് തമിഴാണോ? ആരുടെയിലും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ വായിപ്പിക്കുന്ന ഓർത്തായിരിക്കും മിണ്ടാതിരിക്കുന്നത്. തമിഴ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അറിയാമോ? ഞാൻ തിരുവനന്തപുരത്തിനപ്പുറം, നെയ്യാറ്റിൻകരയ്ക്കൊക്കെ അപ്പുറം, പാറശാലയ്ക്കൊക്കെ അപ്പുറം മാർത്താണ്ഡത്ത് ചെന്ന് ഈ വാക്യം വായിപ്പിച്ചപ്പോൾ തമിഴിൽ ആ വാക്യം വായിച്ചു തന്നെ. അതാ കുറച്ചുകൂടെ എഫക്റ്റ്. മലയാളത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചേ മോളെ. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോനവരെ അഴിച്ചുവിട്ട് കളകിയ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട്. മലയാളത്തിൽ ഹാസ്യമായെന്നും കെട്ടടിച്ചെന്നും ഒക്കെ ആ മലയാളത്തിൽ. തമിഴിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ, ജനങ്ങൾ തങ്ങൾ പകവേറുക്കൾ അപമാനപ്പെടുത്തതാകെ ആരോൻ അവർകളെ നിർവാണമായി ഇരിക്കൃതേ. അവർകൾ നിർവാണമായി ഇരിക്കൃത് മോശ കണ്ടെന്നാ തമിഴറിയാന്നല്ലേ പറഞ്ഞേ? എഴുന്നേറ്റെ, മുമ്പേ അറിയാന്നല്ലേ പറഞ്ഞേ? നിർവാണമായി ഇരിക്കൃതേ. മലയാളം പറ. ഇരുന്നോ. നാടൻ ഭാഷ പറയാം, തുണിയില്ലാതിരിക്കുന്നെന്ന്. അങ്ങനെ. ഇംഗ്ലീഷ് ബൈബിൾ ആരുടെയും കയ്യിലുണ്ടോ? പിന്നെ തൂക്കുവാലത്തെ യോഗത്തിനല്ലയോ ഇംഗ്ലീഷ് ബൈബിള്? ഭാഷയിലുണ്ട്. നേക്കടെന്നാണോ? വായിച്ചേ. ഏതോ ഒരു വേർഷനകത്ത് നേക്കടെന്നാ. ഇതിലെങ്ങനെയാന്ന് നോക്കിക്കേ. 32-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, ചാപ്റ്റർ 32 വേഴ്സ് 25. ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഞാനിവിടെ വായിച്ചു. ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ. And when Moses saw that people were naked. തുണിയില്ലെന്നാന്നല്ലോ. ഇരുന്നു. മലയാളത്തിൽ ഹാസ്യമായെന്ന് കെട്ടടിച്ചെന്ന, തമിഴ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന നിർവാണമായി ഇരിക്കൃതൈ. ഇംഗ്ലീഷ് പരിഭാഷ കൊടുത്തിരിക്കുന്ന നേക്കടെന്ന് വസ്ത്രമില്ലെന്ന. എന്ന് പറഞ്ഞാൽ കാളക്കുട്ടി ഉണ്ടാക്കി വർഷിപ്പ് അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിന് ഉടുതുണിയില്ല. ഞാൻ എല്ലാ ഭാഗവും എടുക്കുന്നില്ല, വ്യാഖ്യാനിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ ആ പൗലോസ് പുതിയ നിയമത്തിൽ ഉപദേശം പറഞ്ഞു ലജ്ജാശീലത്തോടും സുബോധത്തോടും വേണം ദൈവത്തെ ഭജിക്കാൻ. ആ ലജ്ജാശീലത്തോടും സുബോധത്തോടും യോഗ്യമായി. ഇതൊക്കെ പുതിയ നിയമത്തിന്റെ ഉപദേശമാ, കർക്കശ ഉപദേശമാ. വിശേഷിച്ച് ആരാധനയ്ക്ക് വരുന്ന ദൈവമക്കൾ വളരെ യോഗ്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ വഴിവിട്ട് ക്രമം കെട്ട് മുഴുവൻ കെട്ടടിഞ്ഞെന്ന്. ഞാനെല്ലാം വ്യാഖ്യാനിക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ട്. മോശം ഇറങ്ങി വന്നപ്പോ ആ കെട്ട് പൊട്ടിച്ചെല്ലാം നടക്കുക. ഒന്നാമത്തെ കാള, പിന്നെ കാള കളിച്ചു. ഒന്നാമത്തെ സഭയ്ക്കകത്ത് കാള കൂടിയവനല്ല, മുഴുവൻ കാള കളിച്ച് കിടക്കുക. മോശ ഇതെല്ലാം കൂടെ കണ്ടങ്ങ് പ്രയാസമായി. മോശ സങ്കടവും, എന്റെ ഭാഷ പറഞ്ഞ ആത്മീയ കോപം. അതാ